ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൺഡേ വ്ലോഗായിട്ടാണ്. ഞാനിതാ രാവിലെ തന്നെ എണീറ്റ് ചായയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ വേഗം എണീറ്റിട്ടുണ്ട് കേട്ടോ. സൺഡേ ആണെങ്കിൽ ഒന്ന് ലേറ്റായിട്ടൊന്നുമില്ല. പിന്നെ നമുക്കിന്നൊരു പരിപാടിക്ക് പോകാനുണ്ട് കസിൻ്റെ. അപ്പം അതിന് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് എണീറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേഗത ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യണത് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ആട്ടോ. ഫ്രിഡ്ജിൽ കുറേ നമ്മൾ ബീഫും ചിക്കനൊക്കെ വെച്ചിട്ട് ബ്ലഡ് സ്റ്റെയിനൊക്കെ ആയിട്ട് ഫുള്ള് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഫ്രിഡ്ജ് നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് തന്നെ തിരിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ വർക്ക് ഏരിയയിലൊക്കെ കുറേ ബോട്ടിൽസൊക്കെ ഇങ്ങനെ കാലിയായിട്ട് അതൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വർക്ക് ഏരിയ ഒക്കെ ഒന്ന് ബോട്ടിൽസ് വേണ്ടാത്ത ബോട്ടിൽസൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി കുറച്ചൊന്ന് ഒതുക്കി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതൊക്കെ പാത്രങ്ങളൊക്കെ ഒഴിച്ച് ഒക്കെ കഴുകി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളെ വർക്ക് ഏരിയയിലുള്ള ജനലിലൊക്കെ ഫുള്ള് സാധനങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ടിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് മാറാല തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനലൊക്കെ ഫുള്ള് ഇങ്ങനെ നമ്മൾ കുറേ കവറും പാത്രങ്ങളൊക്കെ വെച്ചിട്ട് കുറേ മാറാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും മാറ്റിയതിന് ശേഷം മാറാലൊക്കെ തട്ടി പാത്രങ്ങളൊക്കെ വേണ്ടാത്തത് എടുത്ത് ചാക്കിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിനി നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. നമ്മൾ ഡെയിലി ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങളൊന്നും അങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. വേഗം തുടച്ച് വേഗം അടിച്ച് വാരി പോകാമെന്നല്ലാതെ. അപ്പം ഡീപ്പ് ക്ലീനിങ് അതേപോലെ സൺഡേസിലൊക്കെ ഫ്രീ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരു നമ്മൾ ക്ലീനിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ബിഫോർ പിക്ചറും ആഫ്റ്റർ പിക്ചറും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ കാണുമ്പോൾ. അങ്ങനെ പിന്നെ നമ്മളെ വർക്ക് ഏരിയയിലെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അടിച്ചു വരുന്നതിൻ്റെ മുമ്പ് അത് റൂമിലെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് തട്ടി വിരിച്ചിട്ടുണ്ട്. ഇനി വേഗം അടിച്ചു വാരിയിട്ട് തുടയ്ക്കണം. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് നമ്മളെ കസിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് എണീറ്റ് ഫ്രഷ് ആകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് വാഷിംഗ് മെഷീനുള്ളത് നന്നായിട്ട് വാഷ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് പോയിട്ട് വേഗം തുടയ്ക്കാം. അപ്പോൾ തുടച്ച് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആകുമ്പോഴേക്ക് വാഷിംഗ് മെഷീനിലുള്ളത് സെറ്റ് ആവുമല്ലോ, പിന്നെ അയലിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വാഷിംഗ് മെഷീൻ ഓണാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ഏരിയേൻ്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാനിത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവിടെ നമ്മളെ കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്യാണ്. പിന്നെ നമ്മൾ ഡെയിലി എടുക്കുന്ന നമ്മുടെ കിച്ചണിലെ ബോട്ടിൽസൊക്കെ ഉണ്ടാവില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, അതിൻ്റെയൊക്കെ ബോട്ടിൽസ് ഫുള്ള് നമ്മൾ ഡെയിലി യൂസ് ആക്കിയിട്ട് അതിലൊക്കെ ഫുള്ള് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മെഴുക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് വേഗം ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കിച്ചണിലെ ബോട്ടിൽസും അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കിച്ചണും ഏകദേശം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഞാനതിന് തുടയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേഗം തുടച്ചിട്ട് നമുക്ക് ഇനി തുടച്ച് ചെല്ലുമ്പോഴേക്ക് തന്നെ നമ്മുടെ അലക്കാനുള്ളതൊക്കെ സെറ്റായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഞാനിതാ നമ്മൾ അടിച്ചു വാരലും തുടയ്ക്കലും കഴിഞ്ഞ് വേഗത മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യുകയാണ്. അങ്ങനെ അത് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പോകാൻ നേരത്ത് ഒന്നുകൂടി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മളെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് വേഗം ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ച് നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഡ്രസ്സൊക്കെ ഇനി ബെഡിലേക്ക് എടുത്ത് വെക്കുവാണ്. ഇനി എനിക്കും ഫ്രഷ് ആവണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, പിന്നെ അതിൻ്റെ ഇടയിൽ ഓടി നമ്മൾ അലക്കിയതൊക്കെ ഒന്ന് അയലിൽ വിരിച്ചിടണം. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അയൺ ചെയ്ത ഡ്രസ്സൊക്കെ ബെഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വാഷിംഗ് മെഷീനിൽ പോയി നോക്കിയപ്പോഴേക്ക് നമ്മളെ വാഷിംഗ് മെഷീനിൽ നമ്മൾ അലക്കാനിട്ടതൊക്കെ ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഞാനിത് അയലിൽ വിരിച്ചിടുവാണ്. അപ്പോൾ അയലിൽ വിരിച്ചിടാൻ നോക്കിയപ്പോഴാണ് അയലിൽ ഓൾറെഡി നിറഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മൾ ഉണങ്ങിയതൊക്കെ. അപ്പം ഞാൻ മുമ്പ് നമ്മൾ അയലിലിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേഗം ഒന്ന് മടക്കി വെക്കുകയാണ്. എന്നിട്ട് വേണം ആ സ്പേസിലേക്ക് ഇപ്പം അലക്കിയത് കൊണ്ടുപോയിട്ട് അയലിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതാ വേഗം നമ്മൾ മടക്കി വെച്ചതൊക്കെ വേഗം
വേഗം ഷെൽഫിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇന്ന് അലക്കിയത് ഫുള്ള് അതിൽ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വിരിച്ചിട്ടതിന് ശേഷം ഞാൻ വേഗം പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാനും വല്യമ്മയൊക്കെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക അതാ പോകാൻ ഇറങ്ങുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ ഇക്കയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതായി നമ്മളെ കസിൻ്റെ വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇനി നേരെ നമ്മൾ പോകുന്നത് ഹൗസ് വാമിങ്ങിനാണ്. അങ്ങനെ ഞാനും ഇക്കയും കൂടെ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല, കുറച്ച് സമയം അവിടെ നിന്നിട്ട് വേഗം തിരിച്ചു പോരാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ നമ്മൾ ഹൗസ് വാമിങ്ങുള്ള വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വൈകുന്നേരമായപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നിന്ന് അവസാനം വൈകുന്നേരമായി കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരമായപ്പം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ചായക്ക് എന്തെങ്കിലും കടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നമ്മൾ സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വല്യമ്മയുള്ളതല്ലേ, അപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഇക്കയും വല്യമ്മയും കൂടി ഇരുന്നിട്ട് ഇതാ ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞങ്ങൾ കുറച്ച് മുമ്പത്തെ ഒരു ഞായറാഴ്ചത്തെ ഒരു വിശേഷം കേട്ടോ. ഈ ഒരു ഞായറാഴ്ചൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. കുറേ ഞാനിങ്ങനെ നല്ല മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ചോറ് കഴിക്കണമെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഹോട്ടലിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ ഒരുവിധം ഈ ഒരു ഹോട്ടൽ ഏതാണെന്ന് അറിയുന്നവർക്ക് ഇത് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ എവിടെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ മീൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് വന്നത് തന്നെ ഇവിടുത്തെ മീൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിതാ ചോറ് വന്നിട്ടുണ്ട്, പിന്നെ 2 തരം കറികൾ വന്നിട്ടുണ്ട്. പിന്നെ അത് കുറേ മുമ്പ് കഴിച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക എന്തായിരുന്നു വിഭവങ്ങൾ എന്നുള്ള കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഈ കറികളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മീൻ ഫ്രൈ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, അതിലെ മീൻ ഫ്രൈൻ്റെ അകത്തുണ്ടായിരുന്ന ഈ ഒരു മസാല ഉണ്ട്. ആ മസാല കൂട്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും മീനിൻ്റെ ആവശ്യമില്ല, ആ ഒരു മസാല ആ മീനിൻ്റെ മുകളിൽ അവരിട്ട് തരുന്ന ആ ഒരു മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് എത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് കഴിക്കാൻ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ അംബിക മെസ്സിലാണ് കേട്ടോ. കോഴിക്കോട് അംബിക മെസ്സിലാണ് ഞങ്ങൾ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ഫുഡായിരുന്നു. എനിക്ക് അവിടുത്തെ മീൻ ഫ്രൈ നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ഇക്കൻ്റെ ഫ്രണ്ടും വൈഫും കൂടെ ആണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടുന്ന് നേരെ ഇനി പോകുന്നത് ടൗണിലേക്കാണ് കേട്ടോ. അപ്പോൾ ടൗണിൽ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ നിങ്ങൾ കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ കൂടെ പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിലുള്ള കഷ്ക എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കി കുറേ സമയം എടുത്ത് പിന്നെ നോക്കാനും നമുക്ക് പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ കൂടുതലായിട്ട്, കാരണം നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് അങ്ങനെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബില്ല് പേ ചെയ്യാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലോങ് ക്യൂ ആണ് കേട്ടോ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് നിൽക്കുന്നത്. ശരിക്കും ക്യൂ എവിടെ എത്തിച്ചെല്ലേണ്ടതെന്ന് വെച്ചാൽ ആ കാണുന്ന പോയിൻറ്റിലാണ്, ലോഗോ കാണുന്ന പോയിൻറ്റിലാണ് നമ്മളെ ഈ ബില്ല് പേ ചെയ്യേണ്ടത്. പക്ഷെ ഇത്രയും ലോങ് ആയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തതാണ്. ഒരു യുദ്ധം കഴിഞ്ഞ പടയാളിനെ പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് വന്നിട്ടുണ്ട് കേട്ടോ. ബില്ലൊക്കെ പേ ചെയ്ത് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഒരു നൈറ്റ് ആയപ്പം വീട്ടിൽ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് നമ്മൾ മഗ്‌രിബൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ മോള് വരെ പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ 99ൻ്റെ ഡീലില്ലേ അതുണ്ടായിരുന്നു. അപ്പോൾ 99ൻ്റെ ഡീലിൽ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ പോയപ്പോഴാണ് അവിടെ നമ്മൾ ഈ ഒരു ബ്രോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഓഫറിൽ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ബ്രോസ്റ്റ് വാങ്ങി.
സത്യം പറയാലോ, ഇത്രയും അട്ടർ ഫ്ലോപ്പായിട്ടുള്ള ഒരു ബ്രോസ്റ്റ് ഞാൻ ഈ അടുത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കെന്നല്ല, നമ്മൾ 4 പേര് പോയതിൽ 4 ആൾക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് കഴിച്ച ഒരു സംഭവമുണ്ട്, നമ്മളെ ക്രാബിൻ്റെ ഒരു സംഭവം, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത് നല്ലൊരു ഓപ്ഷനായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. സംഭവം ക്രാബാണ്, ക്രാബിൻ്റെ ഒരു സ്നാക്കാണ്. ഇതിൻ്റെ പേര് എന്നോട് മറന്നുപോയി. പക്ഷെ എന്തായാലും ഈ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തായാലും ഓർഡർ ചെയ്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ബ്രോസ്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇഷ്ടത്തോടെ കഴിച്ചതല്ല, വാങ്ങിയതല്ലേ, പൈസ വെറുതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുത്തി തിന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും കഴിച്ച് പിന്നെ വേഗം അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സൺഡേ വ്ലോഗിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനൊക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.